എപ്പിക്കൾച്ചറിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം BC 13,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എപ്പിക്കൾച്ചർ പ്രാക്ടീസുകളൊക്കെ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടിയെക്കുറിച്ച് രാമായണത്തിലും വേദാസിലും ബൈബിളിലും ഖുറാനിലും മറ്റ് ഹോളി ബുക്സിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസിക്കൽ ഗ്രീക്ക് ലിറ്ററേച്ചറിലൊക്കെ ഹണി ബീയുടെ ഇമ്പോർട്ടൻസ് മനുഷ്യന് ഏതൊക്കെ തരത്തിലാണെന്ന് വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഹിപ്പോക്രാറ്റസും അതുപോലെ അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ന്യൂട്രീഷണൽ ഫാർമസ്യൂട്ടിക്കൽ പഠനങ്ങളിൽ ഹണിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബീ കീപ്പിംഗ് വളരെ ഒരു പ്രിമിറ്റീവ് മെത്തേഡ്, ബീ കീപ്പിങ്ങിൻ്റെ പ്രിമിറ്റീവായിട്ടുള്ള മെത്തേഡുകൾ വളരെ കാലം മുമ്പ് തന്നെ മിക്ക രാജ്യങ്ങളിലും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് LL ലാങ്സ്ട്രോത്ത് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് 1851 കൊണ്ടുവന്നത്. നമുക്കറിയാം ഹണിബീസ് പോളിനേഷൻ്റെ ഒരു പ്രധാന ഏജൻ്റാണ്. അതുകൊണ്ട് തന്നെ ബീ കീപ്പിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ വളരെ വൈഡായിട്ടൊരു അക്സെപ്റ്റൻസ് ഒക്കെ ഉള്ളതാണ് ഇതിൻ്റെ വയബിൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമുക്ക് ബീ കീപ്പിങ്ങിനെ അല്ലെങ്കിൽ എപ്പിക്കൾച്ചറിനെ ഒരു ഇൻ്റഗ്രേറ്റഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. ബീ കീപ്പിംഗ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് എയ്ഡിങ് ദ പ്രോസസ് ഓഫ് പോളിനേഷൻ. അപ്പോൾ നമ്മൾ ഒരു മറ്റ് കൃഷിയിടങ്ങളിലൊക്കെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് എപ്പിക്കൾച്ചർ ചെയ്യുകയാണെങ്കിൽ ആ മറ്റു കൃഷിക്കും ഇത് അവിടെ പോളിനേഷൻ കൂട്ടുകയും നമുക്ക് നല്ല രീതിയിൽ വിളവുണ്ടാകാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബീ പ്രോഡക്റ്റുകളുടെ ഈൽഡിങ് വളരെ നല്ല രീതിയിൽ നമുക്ക് മേക്ക് ചെയ്യാനും കഴിയും. കൂടാതെ തന്നെ ഇത് സെൽഫ് എംപ്ലോയ്മെൻറ്റിന് ഒരു സാധ്യത ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ സബ്സിഡിയറി ഒക്കുപ്പേഷൻ, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ തന്നെ ഒരു സബ്സിഡിയറി ഒക്കുപ്പേഷനായിട്ട് നമുക്കിത് വരുമാനം ഉണ്ടാക്കി തരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടാതെ തന്നെ ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് സഹായിക്കുന്നു. കൂടാതെ അങ്ങനെ അതുവഴി അത് നമ്മുടെ എക്കണോമിയെ ഇമ്പ്രൂവ് ചെയ്യുകയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിൽ ഇത് പ്രത്യേക ഒരു പ്രാധാന്യം അർഹിക്കുന്ന കൾച്ചർ തന്നെയാണ്. അപ്പം നമുക്കിനി നോക്കാം. സാധാരണ നമ്മൾ കൾച്ചർ ചെയ്യുന്ന ഹണി ബീസ് എന്ന് പറയുന്നത് ഏപ്പിസ് ഡോൾസേറ്റയും ഏപ്പിസ് സെറാന ഇൻഡിക്കയുമാണ്. അപ്പം ഏപ്പിസ് ഡോൾസേറ്റ എന്ന് വിളിക്കുന്നത് റോക്ക് ബീ എന്നാണ്. ദിസ് ഈസ് ദ ലാർജസ്റ്റ് ഹണി ബീ, ബിൽഡ് സിംഗിൾ ലാർജ് ഓപ്പൺ കോമ്പൗണ്ട്, ഹൈ ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ആൻഡ് റോക്സ്, പ്രൊഡ്യൂസസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഹണി, ബട്ട് ദിസ് ബീ ഈസ് ഡിഫിക്കൽട്ട് ടു ഡൊമസ്റ്റിക്കേറ്റ്. അപ്പോൾ ഇങ്ങനെ ഏപ്പിസ് ഡോൾസേറ്റ എന്ന് പറഞ്ഞ റോക്ക് ബീ ആണ്. ഇതിനെ നമുക്ക് നമുക്ക് ഇണക്കി വളർത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്പീഷ്യസാണ്. എന്നാൽ ഏപ്പിസ് സെറാന ഇൻഡിക്ക എന്ന് വെച്ചാൽ ഇത് ഏകദേശം ഒരു മീഡിയം സൈസ്ഡ് ആണ്. നമുക്ക് ഒരു പാരലൽ കോമ്പുകളിലാണിത്. ചില മാളങ്ങളിൽ പാരൽ കോമ്പുകളിലാണ്, അത് കാവിറ്റീസ് ഓഫ് ട്രീ ട്രങ്ക്, എർത്തേൺ പോട്ട്സിലൊക്കെയാണ് ഇവർ കോളനി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ബീ ഈസ് നോട്ട് സോ ഫെറോഷ്യസ് ആൻഡ് ക്യാൻ ബി ഡൊമസ്റ്റിക്കേറ്റഡ്. അപ്പോൾ നമുക്കിവയെ വലിയ അപകടകാരിയല്ലാത്ത ഇവയെ നമുക്ക് ഇണക്കി വളർത്താൻ കഴിയും. ഇനി മൂന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് ഏപ്പിസ് ഫ്ലോറിയെ. ഇത് നമ്മുടെ ലിറ്റിൽ ബി എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ സ്മോൾ സൈസാണ്, ബിൽഡ് സിംഗിൾ സ്മോൾ കോമ്പിൻ ബുഷസ്, ഹെഡ്ജസ് എക്സെട്ര. ഹണി ഈൽഡ് ഈസ് പ്യുവർ. ഇവരുടെ ഹണി ഈൽഡ് എന്ന് പറഞ്ഞത് വളരെ കുറവാണ്. അതുപോലെ തന്നെ അടുത്തതാണ് ഏപ്പിസ് മെല്ലിഫെറ. ഏപ്പിസ് മെല്ലിഫെറ എന്ന് പറഞ്ഞാൽ സംവാട്ട് ലുക്ക് ലൈക്ക് ദ ഇന്ത്യൻ ബിയെ പോലെ തന്നെ ഇരിക്കും, ഏപ്പിസ് ഇൻഡിക്കയെ പോലെ തന്നെ ഇരിക്കുന്നത്. ദിസ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻക്ലൂഡിങ് ഇന്ത്യ. ഇറ്റ് ഈസ് ഈസിലി ഡൊമസ്റ്റിക്കേറ്റഡ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തി പ്രോഡക്റ്റുകളെ യൂസ്ഫുൾ ആക്കാൻ കഴിയുന്ന ഒരു സ്പീഷ്യസാണ് ഏപ്പിസ് മെല്ലിഫെറ എന്ന് പറഞ്ഞ സ്പീഷ്യസ്. ഇതിനെ നമ്മൾ സാധാരണയായിട്ട് അറിയപ്പെടുന്നത് യൂറോപ്യൻ ബീസ് ഓർ ഇറ്റാലിയൻ ബീസ് എന്നാണ്. ഇതൊരു മീഡിയം സൈസ്ഡ് ആണ്, ജെൻറ്റിൽ ബീസാണ്. പല വെറൈറ്റി ഈ സ്പീഷ്യസിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഇത് ടോൾ ട്രീകളിലും ഒക്കെയാണ് ഇതിൻ്റെ ഒരു കൂട് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ബ്രൂഡെന്ന് പറയുന്നത് നിറച്ച് കോമ്പുകൾ, സെൻട്രലായിട്ട് കോമ്പ് വരുന്നതാണ്.
The brood is reared in the central comb. This species can be easily domesticated എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ ബിഹേവിയർ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് എ ഗുഡ് honey gathering quality and can protect itself from most enemies. Each colony yield 40 to 50 kilogram of honey per year. ഇനി നമുക്ക് ബീ കോളണിയെ പറ്റി നോക്കാം. എ ഹണി ബി കോളനി ഹാസ് 3 കാസ്റ്റ്. നമുക്കറിയാം ഹണി ബി കോളണിയിൽ 3 കാസ്റ്റാണുള്ളത്, ക്വീൻ, വർക്കർ ആൻഡ് ഡ്രോൺ. അപ്പോൾ ക്വീൻ ബി എന്ന് പറഞ്ഞാൽ ക്വീൻ ബി ഈസ് ദ ഒൺലി ഫെർട്ടൈൽ ഫീമെയിൽ ഇൻ കോളനി. ഷീ ഈസ് ലാർജ് ഇൻ സൈസ്, നോ വാക്സ് ഗ്ലാൻഡ്സ്, ലിവ് ഫോർ അബൌട്ട് 3 to 4 years, may lay egg at the rate of 1500 to 2000 per day. Drones are the male member of the colony. Drones can live up to about 60 days. Sting and wax gland absent. Develop from unfertilized egg. The sole duty of drone is to fertilize the virgin queen. അപ്പോൾ ഇതാണ് ഡ്രോൺസിൻ്റെ duties. And the worker bee have well developed sting and hind legs have pollen basket for collecting pollen. They perform different duties depending upon their age, which are as follow. For day 1 to 40, activity inside the hive such as cleaning the hive, feeding the larvae, etc. And the day 40 to 20, guard the entrance of the hive. And day 21 to 35, foraging, that is collecting the nectar and pollen from the surrounding. അപ്പോൾ നമുക്ക് ഇവരുടെ ലൈഫ് സൈക്കിൾ ഡെവലപ്മെൻ്റ് ഒക്കെ ഒന്ന് നോക്കിയേക്കാം. ഇവരുടെ ലൈഫ് സൈക്കിൾ, there are 7 days old virgin queen goes out from the form hive along with some drones for mating. This is called nuptial or marriage flight. Only one drone mate with the queen and she stores spermatophore in her spermatheca, and mating takes place while flying, and after mating drone dies and queen return to the hive. The queen has ability to control the release of sperms from her spermatheca or sperm store. This is the egg and the larva, and pupa is the adult stage. And the picture showing the honey bee development and the stage hatching and the cell capped pupa adult and emerges from cell days after laying egg. And the queen lays an egg, fertilized egg ആണെങ്കിൽ അത് ഹെവി ഫീഡിങ് ആൻഡ് റോയൽ ജെല്ലി ആൻഡ് ലൈറ്റ് ഫീഡിങ് സോ വർക്കർ ആൻഡ് അൺഫെർട്ടിലൈസ്ഡ് എഗ്സ് ആർ ഡ്രോൺ. ഇങ്ങനെയാണ്. അപ്പോൾ ക്യൂൻ ഇടുന്ന എഗ്ഗിൽ തന്നെ 3 വെറൈറ്റിയാണ്. അപ്പോൾ അതിൽ ഹെവി ഫീഡിങ്ങും റോയൽ ജെല്ലി ഒക്കെ ആയിട്ട് വരുന്നത് ക്വീനാണ്. ഇനി ലൈറ്റ് ഫീഡിങ് കൊടുക്കുന്നത് വർക്കേഴ്സിനാണ്. അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ആണെങ്കിൽ അതെല്ലാം വിരിഞ്ഞ് ഡ്രോൺ ആവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം മെത്തേഡ്സ് ഓഫ് ബീ കീപ്പിംഗ് ആണ്. ആൻഡ് ദ മെത്തേഡ്സ് ഓഫ് ബീ കീപ്പിങ്ങിൽ പറയുകയാണെങ്കിൽ ഇൻഡിജീനസ് മെത്തേഡ്സ് ഓഫ് ബീ കീപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇൻഡിജീനസ് മെത്തേഡ്സിൽ പറയാം, ദിസ് ഈസ് എൻ ഓൾഡ് മെത്തേഡ് ആൻഡ് ദ 2 types ഓഫ് ഹൈവ്സ് ആർ യൂസ്ഡ് ഇൻ ദീസ് മെത്തേഡ്സ് ആർ ഫോളോസ്. അപ്പോൾ ഇതൊരു ഇൻഡിജീനസ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ അതിൽ 2 മെത്തേഡാണ് സാധാരണ പറയുന്നത്. ആ 2 മെത്തേഡ് എന്ന് പറഞ്ഞാൽ വാൾ ഓർ ഫിക്സഡ് ഹൈവും മൂവബിൾ ഹൈവും ആണ്. വാൾ ഓർ ഫിക്സഡ് ഹൈവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്യുവർലി നാച്ചുറൽ ടൈപ്പ് ഓഫ് കോം ബിക്കോസ് ബീസ് പ്രിപ്പയർ ദ ഹൈവ് ദംസെൽസ് ഓൺ ദ വാൾ ഓർ ട്രീ. അപ്പം നമുക്കറിയാം ഇത് ഏതെങ്കിലും ട്രീസിലോ വാൾസിലോ ഒക്കെ അത് തനിയെ തന്നെ ഈ ബീസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഹൈവാണിത്. അതാണ് നമ്മൾ വാൾ ഓർ ഫിക്സഡ് ഹൈവ് എന്ന് വിളിക്കുന്നത്. ഇനി മൂവബിൾ ഹൈവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കംപ്രൈസസ് വുഡൻ ബോക്സ് ഓർ എർത്തൺ പിച്ചേഴ്സ്. അപ്പോൾ ഇതാണ് the traditional beekeepers catch clustered swarms from trees, bushes, etc. and transfer them to above mentioned spaces. അപ്പോൾ സാധാരണ ട്രഡീഷണലി ആൾക്കാർ ഇവർ കൂട്ടം കൂടി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ക്യാച്ച് ചെയ്തുകൊണ്ട് വന്ന് ഇങ്ങനെയുള്ള സ്പേസസിലോ ഈ മൂവബിൾ ഹൈവിലോട്ടോ മാറ്റുകയാണ് സാധാരണ ചെയ്തു വന്നിരുന്നത്. എന്നാൽ മോഡേൺ മെത്തേഡ്, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് ലാഭം അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഈൽഡ് കുറവായിരിക്കും. പക്ഷേ മോഡേൺ മെത്തേഡ്സ് ഓഫ് എപ്പിക്കൾച്ചർ ലോറൈൻ ലാങ്സ്ട്രോത്ത് LL ലാങ്സ്ട്രോത്ത് ആണ്. അദ്ദേഹം 1851 മോഡേൺ മെത്തേഡ്സ് ഓഫ് എപ്പിക്കൾച്ചർ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ബീ സ്പേസ് തിയറി, അദ്ദേഹം ഇതിനെ ഡിസൈൻ ചെയ്തത് ബീ സ്പേസ് തിയറിയുടെ അടിസ്ഥാനത്തിലാണ്.
അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ബി സ്പേസ് ഈസ് ദ ഒപ്റ്റിമം ഡിസ്റ്റൻസ് ടു ബി ലെഫ്റ്റ് ഇൻ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് കോം സർഫസസ് ഇൻ എ ബി ഹൈവ് വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ നോർമൽ മൂവ്മെൻറ്റ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് ബി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒപ്റ്റിമം ഡിസ്റ്റൻസിൽ നമ്മൾ രണ്ട് അഡ്ജസൻറ്റ് കോമ്പ് സർഫസുകൾ തമ്മിൽ ലെഫ്റ്റും ആയിട്ട് കുറച്ച് സ്പേസിൽ തന്നെ ബി ഹൈവ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ അവരുടെ നോർമൽ ഫങ്ഷനിങ്ങിനും മൂവ്മെൻറ്റ്സിനും ഉള്ള സ്പേസ് കൊടുത്തിട്ട് അവിടെ നിന്ന് മാക്സിമം നമുക്ക് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാം. ടൈപ്സ് ഓഫ് ഹൈവ് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ മോഡേൺ മെത്തേഡ്സിൽ സാധാരണ യൂസ് ചെയ്തിരുന്ന ഹൈവുകൾ എന്ന് പറഞ്ഞാൽ എ മെല്ലിഫെറ, വി യൂസ് ലാങ്സ്ട്രോത്ത് ഹൈവ് ആൻഡ് എ സെറാന, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹൈവ് എ ആൻഡ് ബി ടൈപ്പ്. അപ്പോൾ സാധാരണ ഇതിനകത്ത് സാധാരണ നമ്മൾ പലതരത്തിലുള്ള ഹൈവുകളാണുള്ളത്. അതിലൊന്ന് എ മെല്ലിഫെറയ്ക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ ഏപ്പിസ് മെല്ലിഫെറയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ലാങ്സ്ട്രോത്ത് ഹൈവും, ആൻഡ് ഫോർ ഏപ്പിസ് സെറാനയ്ക്കാണെങ്കിൽ നമ്മൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹൈവ് ആണ്. അപ്പോൾ നമുക്ക് ഹൈവ് എ ആൻഡ് ബി ടൈപ്പ് എന്ന് നമുക്ക് പറയാം. സാധാരണ ഒരു ടിപ്പിക്കലായിട്ടുള്ള മൂവബിൾ ഹൈവിൻ്റെ പാർട്സ് നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണ തന്നെ നമുക്ക് ഈ എപ്പിക്കൾച്ചർ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ഇവരെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലാന്റ്സുകൾ അത്യാവശ്യമാണ്. അപ്പോൾ ബി ഫ്ലോറയുടെ നമ്പർ കൂട്ടുന്നതിനനുസരിച്ചുള്ള പ്ലാന്റ്സുകൾ കേരളത്തിൽ അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അൻകാർഡിയം ഓസിഡെൻറ്റെയിൽ, ബോംബാക്സ് സെയ്ബ, കൊക്കോസ് ന്യൂസിഫറ, യൂജീനിയ സ്പീഷ്യസ്, ഹെവിയെ ബ്രാസിലെൻസിസ്, മാഞ്ചിഫറ ഇൻഡിക്ക, ടമരിൻഡസ് ഇൻഡിക്ക, പൊങ്കാമിയ സ്പീഷ്യസ്, ടെർമിനേലിയ അർജുന, ടെർമിനേലിയ ബെല്ലേരിക്ക, ടെർമിനേലിയ ചെബുല എന്ന് പറഞ്ഞ പ്ലാന്റ് സ്പീഷ്യസുകളാണ് സാധാരണ ഇവരുടെ ബി ഫ്ലോറയ്ക്ക് അധികമായിട്ട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് സ്പീഷ്യസുകൾ. അപ്പോൾ ഈ പ്ലാന്റ് സ്പീഷ്യസുകളും കൂടെ നമ്മൾ ഇതിനോടൊപ്പം നട്ടു വളർത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈൽഡ് കൂട്ടാൻ കഴിയും. അപ്പോൾ ബീ കീപ്പിംഗ് എക്യുപ്മെൻറ്റ് നമുക്ക് നോക്കാം. അതിനെ നമ്മൾ ഈ എക്യുപ്മെൻറ്റിൽ സാധാരണ വളരെ സ്മൂത്തായിട്ടുള്ള ഓപ്പറേഷനാണ് നടക്കുന്നത് ബീ കീപ്പിങ്ങിൽ. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ബീ കീപ്പിംഗ് എക്യുപ്മെൻ്റ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം. ഈ ബീ കീപ്പിംഗ് എക്യുപ്മെൻറ്റിനെ ബീ ഹൈവ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു മൂവബിൾ ഹൈവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനൊരു ടോപ്പ് ഔട്ടർ കവറുണ്ട്. ആദ്യം നമുക്ക് നോക്കാം, ഒരു സ്റ്റാൻഡാണ് ടു സപ്പോർട്ട് ബോട്ടം യാർഡ്. ബോട്ടം യാർഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊരു സ്റ്റാൻഡുണ്ട്. പിന്നെ ഒരു ബോട്ടം ബോർഡ് കാണാം. ഇറ്റ് ഫോംസ് പ്രോപ്പർ ബേസ് ഫോർ ദ ഹൈവ് ഹാവിങ് എൻ എൻട്രൻസ് ഫോർ ബിക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ആണ്. പിന്നീട് ഇതിനകത്തൊരു ബ്രൂഡ് ചേംബറുണ്ട്. ചേംബറാണ് ഇവർ റെയറിംഗ് ബ്രൂഡ് എന്നറിയപ്പെടുന്നത്. ഈ ഫ്രെയിംസ് ആർ പ്ലേസ്ഡ് ഇൻ ദിസ് ചേംബർ ഓൺ വിച്ച് ബീസ് റേസ് കോംസ്. അപ്പോൾ ഈ പ്ലേസിലാണ് കോമ്പുകളുള്ള ഹണി കളക്ട് ചെയ്യാൻ കഴിവുള്ള നമ്മുടെ ഹണി ബീസ് കാണപ്പെടുന്നത്. അതുപോലെ ക്വീൻ എക്സ്ക്ലൂഡർ ഉണ്ട്. പെർഫറേറ്റഡ് സിങ്ക് ഷീറ്റാണ്. അസംബിൾ ഇൻ സച്ച് എ വേ ദാറ്റ് വർക്കേഴ്സ് ക്യാൻ പാസ് ത്രൂ ദം ബട്ട് എ ക്വീൻ കനോട്ട്. അപ്പോൾ ക്വീനിന് അതുവഴി കടന്നു പോകാൻ പറ്റില്ല. ചെറിയ ചെറിയ സുഷിരങ്ങളാണ്. വർക്കർ ബീക്ക് കടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള അതാണ് ക്വീൻ എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞ ഒരു ചേംബർ. അതുപോലെ സൂപ്പർ, ഇറ്റ് ഈസ് പ്രൊവൈഡ് വിത്ത് മെനി ഫ്രെയിംസ് കണ്ടെയ്നിങ് കോംബ് ഫൗണ്ടേഷൻ ടു പ്രൊവൈഡ് അഡീഷണൽ സ്പേസ് ഫോർ എക്സ്പാൻഷൻ ഓഫ് ഹൈവ്. അപ്പോൾ നമുക്ക് ഈ ഹൈവിനെ വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ ഈ സൂപ്പർ എന്ന് പറഞ്ഞ ആ ഒരു റീജിയൻ വെച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഇന്നർ കവറുണ്ട്. ഒരു ബോർഡാണ്, അതിനകത്ത് പാർട്ടീഷൻ ചെയ്യാൻ കഴിയും. അത് ഈ സൂപ്പർ ചേംബറിനെ റൂഫിൽ നിന്നും നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ കഴിയുന്നതാണ് ഇന്നർ കവർ. ആൻഡ് ദ ടോപ്പ് കവർ എ ടൈപ്പ് ഓഫ് ലിഡ് ആക്ടിങ് ആസ് എ റൂഫ് പ്ലേസ്ഡ് ഓവർ ഇന്നർ കവർ. അപ്പോൾ ഇന്നർ കവറിന് മുകളിലായിട്ട് നമ്മൾ വയ്ക്കുന്ന ഒരു ലിഡാണ് ടോപ്പ് കവർ. അപ്പോൾ ഇതാണ് സാധാരണ ഒരു ടിപ്പിക്കലായിട്ടുള്ള മൂവബിൾ ഹൈവിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ന്യൂട്ടൺ ഹൈവ് എന്നൊക്കെ പറയാറുണ്ട്. ന്യൂട്ടൺ ഹൈവ് എന്ന് ഇതിനൊപ്പം നേരത്തെ പറഞ്ഞ ഈ സ്ട്രക്ചറുകളൊക്കെ ചേർന്ന ഇതിൻ്റെ പേര് ന്യൂട്ടൺ ഹൈവ് എന്നും കൂടെയാണ്. ഏകദേശം ഇതൊരു 36 സെൻറ്റിമീറ്റർ നീളവും 24 സെൻറ്റിമീറ്റർ വിത്തും ഒക്കെയാണുള്ളത്. ഇതിന് നല്ല ഗുഡ് വെൻറ്റിലേഷൻ ഉണ്ട്. ബ്രൂഡ് ചേമ്പേഴ്സ്, നമ്മൾ ഈ പറഞ്ഞ ചേമ്പേഴ്സുകളുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഏകദേശം 25 × 21 സെൻറ്റിമീറ്ററും 17 സെൻറ്റിമീറ്റർ ഹൈറ്റൊക്കെയാണുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കുറേ അളവുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് ജസ്റ്റ് ഈ പാർട്സുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക.
സാധാരണ ഇത് കൂടാതെ തന്നെ നമുക്ക് മറ്റെന്തൊക്കെ എക്യുപ്മെൻറ്റ്സുകളാണ് നമ്മൾ ഈ ഹൈവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഇതിൽ വരുന്ന മറ്റ് എക്യുപ്മെൻറ്റ്സാണ് കോംബ് ഫൗണ്ടേഷൻ മില്ല്. അപ്പോൾ കോംബ് ഫൗണ്ടേഷൻ മില്ലെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് യൂസ്ഡ് ടു പ്രിൻറ്റ് നാച്ചുറൽ സെൽ സൈസ് ഓഫ് ഡിസൈഡ് കോംബ് ഫൗണ്ടേഷൻ ഷീറ്റ്. അപ്പം നമുക്ക് ആ ഷീറ്റിൽ ആവശ്യമുള്ള കൃത്യമായ അളവിലുള്ള ഒരു കോമ്പുകളെ, അതായത് ഹണി കോമ്പുകളെ, ദ്വാരങ്ങളെ നിർമ്മിക്കാൻ ആവശ്യമായതാണ്. അതേപോലെ ബി വെയിൽ യൂസ്ഡ് ഫോർ പ്രിവെൻറ്റിങ് ബീ സ്റ്റിങ്സ് ഓൺ ഫേസ് ആൻഡ് നെക്ക്. അപ്പോൾ ബി വെയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇവരെ പരിപാലിക്കാൻ കഴിയുകയുള്ളൂ. കാരണം എന്തുകൊണ്ട് നമ്മുടെ മുഖത്തും ശരീരഭാഗങ്ങളിലും കഴുത്തിലും നെക്കിലും ഒന്നും ഇവരുടെ കുത്തു കൊള്ളാതിരിക്കാൻ ആവശ്യമായ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. അതുപോലെ സ്മോക്കർ യൂസ്ഡ് ടു ക്ലാമ്പ് ഡൗൺ ദ ബീസ് വൈൽ ഓപ്പണിംഗ് ദ ഹൈവ്. ഈ സ്മോക്കർ ഉപയോഗിച്ചാൽ നമുക്ക് ഈ കൂട് തുറന്ന് നമുക്ക് വിളവെടുക്കുന്ന സമയത്ത്, ഹണി കളക്ട് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ആക്രമണം ഉണ്ടാവാതെ ഇവരെയൊക്കെ ഇവർ പറന്ന് ആ കൂടിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാം ഡൗൺ ആക്കിയിട്ടിരുത്താനുള്ള ഒരു സംവിധാനമാണ് സ്മോക്കർ. അപ്പോൾ ഇതാണ് അതിൽ വരുന്ന അസോസിയേറ്റ്. പിന്നെ കൂടാതെ അൺക്യാപ്പിംഗ് നൈഫുണ്ട്. ക്യാപ്പിംഗ് നൈഫിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ്ഡ് നൈഫാണ്. ഇറ്റ് യൂസ്ഡ് ടു അൺക്യാപ്പ് ദ ഫ്രെയിംസ് ബിഫോർ ഹണി എക്സ്ട്രാക്ഷൻ. അപ്പോൾ ഹണി എക്സ്ട്രാക്ഷൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഫ്രെയിം ഹണി എക്സ്ട്രാക്ഷന് ആ ഹണി അതിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ പുറത്ത് ആ ഒരു ആവരണം നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഹണി എക്സ്ട്രാക്ടർ ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്ട്രാക്ഷൻ ഓഫ് ഹണി ഫ്രം കോംബ് ആൻഡ് ഈസ് ഫങ്ഷൻ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ച് പ്രവർത്തിക്കുന്നതാണ് ഈ ഹണി എക്സ്ട്രാക്ടർ. ഈ ഹണി എക്സ്ട്രാക്ടർ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഹണി കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അൺകാപ്പിംഗ് നൈഫുണ്ട്, സ്ക്രാപ്പർ നൈഫുണ്ട്, ബി ബ്രഷ് ഉണ്ട്, സ്പർ വയർ എംബഡർ ഉണ്ട്, ഹൈവ് ടൂളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതൊക്കെ ഈ ബി വെയിൽ ഇതൊക്കെ ഇതിൽ സാധാരണ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ ഹണി എക്സ്ട്രാക്ഷനും പ്രോസസ്സിങ്ങും പറയുന്ന സമയത്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഹണി എക്സ്ട്രാക്ഷൻ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് ബീ കീപ്പിങ്ങിൻ്റെ ഒരു സെൻട്രൽ പ്രോസസ്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആദ്യത്തെ ജോലി എന്ന് വെച്ചാൽ ഹണി നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ഈ കോമ്പിൽ നിന്ന്. അപ്പോൾ എന്നിട്ട് ഇതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് പ്യുവർ ലിക്വിഡ് ഫോമിലാക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോർമലി ഹണിയെ നമ്മൾ ബീസിൽ നിന്ന് സ്റ്റോർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റെഗുലർ ഹണി കോമ്പ് നമ്മൾ എടുക്കുന്നു. ആ ഫ്രെയിമിൽ ഇവരുണ്ടാക്കിയ ഹണി കോമ്പ്, ഈ ബീസ് ഉണ്ടാക്കിയ ആ ഹണി കോമ്പ് നമ്മൾ ആ ഫ്രെയിമിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ ഫ്രെയിം സാധാരണ ലേറ്റ് സമ്മറിലാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് നിറച്ച് ഹണി ഫില്ലായിട്ടിരിക്കും. നമ്മൾ ആ ഫ്രെയിമിനെ കംപ്ലീറ്റ് വലിച്ചെടുത്തിട്ട് അതിലെ സെൽസിൽ ക്യാപ്ഡ് ഉണ്ട്, അതിൽ നിറഞ്ഞിരിക്കും ഹണി. അതിനെ ഓരോ സെല്ലിൽ നിന്നും നമ്മൾ ആ ക്യാപ്പ് മാറ്റിയിട്ട് നമ്മൾ അതിൽ ഹണിയോടൊപ്പം തന്നെ ഒരു വാക്സ് കാണും. അപ്പോൾ വാക്സ് നമ്മൾ റിമൂവ് ചെയ്തിട്ട്, അപ്പോൾ വാക്സ് നിറയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഹണി ഇത് കറക്റ്റ് ഹാർവെസ്റ്റ് ചെയ്യാൻ സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അൺക്യാപ്പിംഗ് നൈഫ് വെച്ചിട്ട് ആ വാക്സ് റിമൂവ് ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് ഹണിയെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട അപ്ലയൻസസ് എല്ലാം എക്സ്ട്രാക്ഷൻ അപ്ലയൻസസ് ആണ്. സാധാരണ നമ്മൾ ഹണി എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ എന്തൊക്കെ ഹണി എക്സ്ട്രാക്ടർ ഉണ്ട്, ബീ ബ്രഷ് ഉണ്ട്, സ്റ്റൗ ഉണ്ട്, അൺക്യാപ്പിംഗ് നൈഫ് ഉണ്ട്, ഡ്രിപ്പ് ട്രേസ് ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നർ ഉണ്ട്, സ്ട്രെയിനർ ഉണ്ട്, ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ ഇത് ഹണി എക്സ്ട്രാക്ടർ മെഷീൻ എന്ന് വിളിക്കുന്നത് ഈസ് എ മെഷീനാണ്. ഇത് ഹണിയെ നമുക്ക് ഈ കോമ്പിൽ നിന്ന്, ഫ്രെയിമിൽ നിന്ന് നമ്മൾ ഇളക്കിയെടുത്ത കോമ്പിൽ നിന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ സഹായിക്കും. അപ്പോൾ ഇതൊരു റൊട്ടേഷൻ മെത്തേഡിലാണ്, റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിനെ ഹൈ സ്പീഡിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോമ്പിൻ്റെ വാളിൽ നിന്ന് ഒക്കെ ഈ ഹണി ഇളകി ആ ഡ്രമ്മിൻ്റെ ബോട്ടത്തിൽ വീഴുകയും എന്നിട്ട് അവസാനം അതിനകത്തൊരു വുഡൻ ഫ്രെയിമുണ്ട്. അപ്പോൾ ഇത് ഡാമേജ് ആവാത്ത രീതിയിൽ തന്നെ നമുക്ക് ഹണി കോമ്പ് ഈ ഹണി കോമ്പ് ഉണ്ടാക്കിയത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഫ്രെയിമിലാണ്. അപ്പോൾ ഫ്രെയിമിൻ്റെ ആ വുഡൻ ഫ്രെയിമാണ്, ഫ്രെയിമിന് ഡാമേജ് വരാത്ത രീതിയിൽ തന്നെ അതിൽ നിന്ന് ഈ ഹണി ഇളകി വന്ന് നമ്മുടെ ഈ മെറ്റൽ ഡ്രമ്മിൽ വരികയും അതിനകത്തൊരു ഫ്രെയിമുണ്ട്. ആ ഹാൻഡ് വെച്ചിട്ട് നമ്മൾ കടക്കുന്ന സമയത്ത് ഫാസ്റ്റായിട്ട് ഈ ഫ്രെയിമിൽ നിന്ന് ഹണി കോമ്പിൽ നിന്ന് പതുക്കെ അതിലോട്ട് വരികയും എന്നിട്ട് നമുക്ക് അതിനകത്തൊരു ടാപ്പുണ്ട്. ആ ടാപ്പിൽ നിന്ന് നമുക്ക് ഹണിയെ എക്സ്ട്രാക്റ്റ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുക്കാൻ കഴിയും.
അപ്പോൾ ഇതാണ് അതിൻ്റെ മെത്തേഡ്. എക്സ്ട്രാക്ഷൻ അതിൻ്റെ മെത്തേഡ് ഇങ്ങനെയാണ്. ഇനി നമുക്കറിയാം, ഇനി എപ്പികൾച്ചറിൻ്റെ പ്രധാന പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകളെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ഹണിയാണ്. അപ്പോൾ ബീസ് പ്രൊഡ്യൂസ് ഹണി ഫ്രം നെക്ടർ ഓഫ് പ്ലാന്റ്സ് ത്രൂ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഓർ റിഗർജിറ്റേഷൻ ആൻഡ് വാട്ടർ ഇവോപ്പറേഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ്ങിൽ പറയുന്നത് എങ്ങനെയാണ് ഈ എപ്പികൾച്ചറിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഈ ഹണി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂട്രീഷ്യസ് ഫുഡാണ്, റിച്ച് ഇൻ എനർജി ആൻഡ് വൈറ്റമിൻ. ഇത് കൂടാതെ ഇത് മെഡിസിനൽ പർപ്പസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് കോൾഡ്, കഫ് ആൻഡ് ഫീവർ. കൂടാതെ ഈ ഹണിയുടെ കമ്പോസിഷൻസിനകത്ത് ലെവുലോസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലെവുലോസ് എന്ന് പറയുന്നത് നമുക്ക് ചുമയ്ക്കുള്ള ഒരു മരുന്നായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഡെക്സ്ട്രോസ്, മാൾട്ടോസ് ആൻഡ് അതർ ഷുഗേഴ്സ്, എൻസൈംസ്, പിഗ്മെൻറ്റ്സ്, വാട്ടർ, ഇതൊക്കെ ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ കൂടാതെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഹണി ഈസ് ദ പാർഷ്യലി പ്രോസസ്ഡ് നെക്ടറാണ് കളക്റ്റഡ് ബൈ ദ ബീസ് ഫ്രം ഫ്ലവേഴ്സ്. അപ്പോൾ ഹണി പാർഷ്യലി കളക്റ്റഡ് ആയിട്ടുള്ള നെക്ടറാണ്. അപ്പോൾ ബീസ് ഓൾസോ യൂസ് അതർ പ്ലാന്റ് സാപ്സ് ആൻഡ് ഹണി ഡ്യൂ ഫോർ പ്രിപ്പയറിങ് ഹണി. അപ്പോൾ സാധാരണ നമ്മുടെ ബീസുകൾ എന്താ ചെയ്യുന്നത്, ഈ പ്ലാന്റ് സാപ്പുകളും കൂടെ ഹണി ഡ്രോപ്പിൻ്റെ കൂടെ കൊണ്ടുവന്ന് അതിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹണി ഡ്യൂ ഈസ് എ ഷുഗർ റിച്ച് സ്റ്റിക്കി ലിക്വിഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹണി എന്ന് പറയുന്നത് ഒരു ഷുഗർ നിറഞ്ഞ സ്റ്റിക്കി ലിക്വിഡാണ്. കാരണം എന്താണ്, അതിൻ്റെ അകത്ത് ഈ ഏഫിഡ്സിൻ്റെ സെക്രീഷൻസ് ഉണ്ട്. ചില മറ്റ് ഇൻസെക്റ്റുകളുടെ സെക്രീഷൻസ് ഒക്കെ ഇവരുടെ പ്ലാന്റ് സാപ്പിൻ്റെ സെക്രീഷൻസ് ഒക്കെ കാണും. അപ്പോൾ ഇത് ഹണി ഡ്യൂവിൽ ഇവർ വന്ന് സെക്രീറ്റ് ചെയ്ത് അവർ കളക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നത് ബീ വാക്സ് ആണ്. അപ്പോൾ ബീ വാക്സ് എന്ന് പറയുമ്പോൾ ബീ വാക്സ് ബീ വാക്സ് ഈസ് സെക്രേറ്റഡ് ബൈ ദ വാക്സ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് ദ ലാസ്റ്റ് 4 അബ്ഡോമിനൽ സെഗ്മെൻറ്റ് 4th to 7th ഓഫ് ദ വർക്കർ ബീ. അപ്പോൾ വർക്കർ ഹണി ബീയുടെ 4 മുതൽ 7 വരെയുള്ള അബ്ഡോമിനൽ സെഗ്മെൻറ്റിൽ നിന്ന് സെക്രേറ്റ് ചെയ്യുന്നതാണ് ബീ വാക്സ്. വാക്സ് ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ യൂസ് വെച്ചാൽ മേക്കിംഗ് ഓഫ് ക്യാൻഡിൽസ്, യൂസ്ഡ് ഇൻ ഐ ക്രീംസ്, ലോഷൻസ്, ലിപ്സ്റ്റിക്സ്, ഫോർമേഷൻ ഓഫ് കോംബ് ഫൗണ്ടേഷൻ, വാക്സ് ഫൗണ്ടേഷനും ഏപ്പിയറീസിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് വാക്സ് സ്കെയിൽസ് ഫ്രം വാക്സ് ഗ്ലാൻഡ്സ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ വാക്സും ഒക്കെ ചേർന്നാണ് നമ്മൾ ഈ ഹണി ഫ്രെയിമിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഹൈവിൻ്റെ ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള വെൻറ്റിലേഷൻ വേണം. അതുപോലെ തന്നെ എപ്പോഴും ഇവരിങ്ങനെ മൂളി സൗണ്ട് ഉണ്ടാക്കി ഫാനിങ് വെച്ചിട്ട് ഇവരുടെ വിങ്സ് വെച്ചിട്ട് വെൻറ്റിലേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുപോലുള്ള വെൻറ്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ നിന്ന് ഇവർ ബീസ് വെളിയിൽ പോകാത്ത രീതിയിലായിരിക്കും നമ്മൾ ആ പ്രോസസ്സിങ് പ്ലാന്റ് നമ്മൾ ആ ഹൈവ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരിങ്ങനെ ഈ ഫാനിങ് വിങ്സ് വെച്ച് ഫാനിങ് നടത്തിയിട്ട് ആ നെക്ടറിലുള്ള മറ്റുള്ള വാട്ടറിനെയൊക്കെ ഇവോപ്പറേറ്റ് ചെയ്ത് കളയുകയും അങ്ങനെ അതിനകത്ത് 20% താഴെ ആയിരിക്കും ഈ ഹണിയിലുള്ള വാട്ടർ കണ്ടൻറ്റ്. അതുകൂടാതെ എന്നിട്ട് ഇവർ ആ ബീയുടെ ആ ക്യാപ്പ് അവരുടെ ആ ബീ ഹൈവിന് ചെറിയ അവരുടെ കോമ്പുകൾ ഇവരുടെ വാക്സ് വെച്ച് ക്യാപ്പ് ചെയ്ത് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പെർമനൻ്റായിട്ട് ഈ റൈപ്പ് വെച്ചിട്ട് ഇവരുടെ ആ ഒരു ഹണി ഇവരുടെ ഈ വാക്സ് വെച്ചിട്ട് ഇവരുടെ കോമ്പ് അതിൽ ഹണി ഫില്ല് ചെയ്തിട്ട് നെക്ടർ ഫില്ല് ചെയ്തിട്ട് അവരുടെ വിങ്സ് വെച്ച് അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് കളഞ്ഞിട്ട് അവർ സീൽ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഹണി കറക്റ്റായിട്ട് റൈപ്പ് ആവുന്ന ഉടനെ അത് നമുക്ക് ഫെർമെൻ്റായിട്ട് കൃത്യമായിട്ട് അതിനകത്ത് നിറച്ച് വാക്സ് നിറയുകയും ചെയ്യും. എല്ലാ കോമ്പുകളും വാക്സ് വെച്ചിട്ട് അടയ്ക്കുകയാണ് അവർ ചെയ്യാറുള്ളത്. അങ്ങനെ നമുക്കറിയാം ഇത് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയമായി. പിന്നീട് നമുക്ക് ഇതിനകത്ത് മറ്റ് ഒരു കൺസിഡറബിളായിട്ടുള്ള ഹണി ഹാർവെസ്റ്റിംഗ് പ്രോസസ്സ് ഒന്നും നമുക്ക് ചെയ്യേണ്ട. ഇതിന് നമുക്ക് ഡയറക്റ്റ് ആവശ്യം അനുസരിച്ച് നമുക്ക് പ്രോസസ്സ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് പ്ലാസ്റ്റിക് ബക്കറ്റോ ബൗൾസോ സീവ്സോ
സ്ട്രെയിനിങ് ക്ലോത്തോ ഒക്കെ വെച്ചിട്ട് കണ്ടെയ്നേഴ്സിലോട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഹണി എന്ന് പറയുന്നത് ഒരു ലോങ് ഷെൽഫ് ലൈഫ് ഉള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിനെ കെയർഫുള്ളായിട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യണം. ഇതിനെ ടൈറ്റായിട്ടുള്ള ഫിറ്റിംഗ്, നല്ല ടൈറ്റായിട്ടുള്ള ലിഡുള്ള ബോട്ടിൽസിൽ വേണം നമ്മളിതിനെ സൂക്ഷിക്കാൻ. അങ്ങനെയാണെങ്കിൽ വളരെ വർഷക്കാലം കേടുകൂടാതിരിക്കും. കൂടാതെ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം. പാക്ക് ചെയ്യുന്നതും ഒക്കെ കെയർഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും വേണം. കണ്ടാമിനേഷൻ, എറുമ്പിൻ്റെ കണ്ടാമിനേഷനും ഫ്ലൈയിങ് ഇൻസെക്റ്റൊക്കെ പെട്ടെന്ന് തന്നെ ഇതിൽ അട്രാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ ഹൈജീനിക്കായിട്ട് തന്നെ നമ്മൾ ഇതിനെ പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വേണം നമ്മൾ ഇതിനെ ഷെൽഫ് ലൈഫിലോട്ട് മാറ്റാനായിട്ട്. അപ്പോൾ ഹണി ഈസ് ഹൈഗ്രോസ്കോപ്പിക് ആണ് ആൻഡ് വിൽ അബ്സോർബ് മോയ്സ്ചർ. അപ്പോൾ ഇത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹണി പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെൻറ്റും നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് ഡ്രൈ ചെയ്തിട്ട് വേണം വയ്ക്കാൻ. ഇപ്പോൾ ടു മച്ച് വാട്ടർ ഇൻ ഹണി കോസസ് ഇറ്റ് ടു ഫെർമെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ധാരാളം വാട്ടർ എങ്ങനെ അബദ്ധത്തിൽ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് ഫെർമെൻറ്റ് നടന്ന് പുളിച്ച് ചീത്തയാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പ്രത്യേക പാക്കിലാക്കി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡുലാർ സെക്രീഷൻസ് ഓഫ് യങ് വർക്കർ ബീസ് ആണ്. 4 മുതൽ 10 ദിവസം വരെ ഓൾഡുള്ള ഈ യങ് ആയിട്ടുള്ള വർക്കർ ബീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ ഗ്ലാൻസിൽ നിന്നുള്ളൊരു പ്രത്യേകതരം സെക്രീഷനാണ് റോയൽ ജെല്ലി. അത് അവരുടെ ഹൈപ്പോഫാരിഞ്ചൽ ഗ്ലാൻഡാണ്, ഹെഡിലുള്ള ഹൈപ്പോഫാരിഞ്ചൽ ഗ്ലാൻഡാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡയബറ്റീസ്, ഓസ്റ്റിയോപോറോസിസ് മുതലായ രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ എയ്ഡ്സ് ഇൻ ഹീലിംഗ് വൂണ്ട് ആൻഡ് ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ ബി വെനം ഉണ്ട്. ബി വെനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബി വെനമീസ്. അതുപോലെ തന്നെ ബി വെനം എന്ന് പറയുന്നത് ബിറ്റർ കളർലെസ് ലിക്വിഡാണ്, കയ്പുള്ള, കണ്ടെയ്നിങ് പ്രോട്ടീൻ വിച്ച് കോസ് ലോക്കൽ ഇൻഫ്ലമേഷൻ. അപ്പോൾ ബി വെനമീസ് ഗിവൺ ആസ് എ ഷോട്ടോ ഫോർ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസിനുള്ള ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെർവ് പെയിൻ, ന്യൂറാൾജിയ, അതുപോലെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഡീസെൻസിറ്റൈസിങ് ദ പീപ്പിൾ അലർജിക് ടു ബി സിസ്റ്റിങ്. അപ്പോൾ ആർക്കെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള പെട്ടെന്നൊരു ബീയുടെ കുത്തേറ്റ് കഴിഞ്ഞാൽ അവരെ ഡീസെൻസിറ്റൈസ് ചെയ്യാനൊക്കെ ഈ പറഞ്ഞ ബി വെനം യൂസ് ചെയ്യുന്നു. അതുപോലെ പ്രൊപ്പാലിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസിനസ് മിക്സ്ചർ ദാറ്റ് ഹണി ബീസ് പ്രൊഡ്യൂസ്ഡ് ബൈ മിക്സിങ് സലൈവ ആൻഡ് ബീ വാക്സ്. അപ്പോൾ ഇവരുടെ സലൈവയും ബീ വാക്സും കൂടെ മിക്സ് ചെയ്തൊരു പ്രോഡക്റ്റാണ് വിത്ത് എക്സുഡേറ്റ് ഗ്യാതേർഡ് ഫ്രം ട്രീ ബഡ്സ്. അപ്പോൾ ഇതിൻ്റെ യൂസസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ബീസ് ടു സീൽ അൺവാണ്ടഡ് സ്പേസസ് ഇൻ ഹൈവ്, യൂസ്ഡ് ടു ട്രീറ്റ് കഫ് ആൻഡ് ത്രോട്ട് ഇറിറ്റേഷൻ. സാധാരണ ഇത് ഉപയോഗിക്കുന്നത് കഫിനും ത്രോട്ട് ഇറിറ്റേഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മരുന്നായിട്ട്. അതുപോലെ തന്നെ അവരുടെ ഹൈവിൽ മറ്റ് സ്പേസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സീൽ ചെയ്യാനും ഈ ബി പ്രൊപ്പോളിസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട എനിമീസ് എന്ന് പറഞ്ഞാൽ വാക്സ് മോത്താണ്. ഗാലറിയ മെലാനുല എന്ന് പറഞ്ഞ ഒരു വാക്സ് മോത്തുണ്ട്. ഈ വാക്സ് മോത്ത് നമുക്കറിയാം ഇവർ ബീസിലും ഒക്കെ ഈ ബീസ് താമസിക്കുന്ന അതിൻ്റെ അടുത്തൊക്കെ ഇവർ കാണാറുണ്ട്. കാറ്റർപില്ലർ. അപ്പോൾ ഇതിൻ്റെ കാറ്റർപില്ലറുകളെല്ലാം ഈ ഫീഡ് ഓൺ പ്രൊപ്പോളിസ്, പോളൻ, വാക്സിൻ, കോമ്പിലുള്ള എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ ഈ വാക്സ് മോത്ത് ഫീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വാക്സ് മോത്ത് കോമ്പിനെ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു തരം കാറ്റർപില്ലറാണ്. ഇത് സിൽക്കൻ ടണൽസ് ബീസിലൊക്കെ മെയ്ഡ് ചെയ്യും. അപ്പോൾ ഇവരുടെ ഈ കോളനിയിൽ ഇത് ഇങ്ങനെ കയറിയിട്ട് ഇതെല്ലാം ഫീഡ് ചെയ്യുന്ന ഒരു ഏജൻ്റാണ്. അതുപോലെ വാസ്പ്. ഈ വാസ്പ് എന്ന് പറയുമ്പോൾ ഈ വാസ്പ് ഇറ്റ് വെയിറ്റ്സ് നിയർ ദ എൻട്രൻസ് ഓഫ് ദ ഹൈവ്. ഇവർ ഈ ബീ ഹൈവിൻ്റെ എൻട്രൻസിൽ വെയിറ്റ് ചെയ്യുകയും ബീസിനെ ക്യാച്ച് ചെയ്തിട്ട് ഇവർ പുറത്ത് വരുന്ന സമയത്ത് പിടിക്കുകയും എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ്, യങ് വൺസിൻ്റെ ബോഡിയിലുള്ള ജ്യൂസ് എടുത്ത് ഇവരെ കൊന്നുകളയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റ് എനിമീസാണ് വാക്സ് ബീറ്റിൽ, ബേർഡ്, ആൻസ് മുതലായവ. കൂടാതെ തന്നെ ഇവർക്കുണ്ടാകുന്ന മറ്റ് ഡിസീസുണ്ട് ഹണി ബീക്ക്. അതിൽ അക്കാരിൻ എന്ന് പറഞ്ഞ ഒരു ഡിസീസാണ്. ഇപ്പോൾ ട്രക്കിയൽ സിസ്റ്റത്തിലാണ് അഫക്റ്റ് ചെയ്യുന്ന ബീസിൻ്റെ. അപ്പോൾ അതുപോലെ വരാൾസിസ് എന്ന് പറഞ്ഞതുണ്ട്. അവരുടെ ഹീമോലിംഫ്, ബീയുടെ ഹീമോലിംഫ് റീജിയനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അതുപോലെ അമേരിക്കൻ ഫോൾ ബ്രൂഡ് ഉണ്ട്. അപ്പോൾ അത് ഡെത്ത് ഓഫ് ബീ ലാർവയുടെ ഡെത്തിന് കാരണമാകും. നോസേമ ഉണ്ട്. ഡിസ്ട്രോയ് സ്റ്റൊമക്ക് സെൽസ് ആൻഡ് ഇൻ്റർഫിയേഴ്സ് വിത്ത് ഡൈജഷൻ. അപ്പോൾ ഇതൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഹണി ബീസിന് ഡിസീസ് ഉണ്ടാക്കുന്ന ഏജൻറ്റുകളാണ്.
ഇത് കൂടാതെ തന്നെ ഇവർക്ക് കോളനി കൊളാപ്സ് ഡിസോർഡർ ഉണ്ട്. അപ്പോൾ കോളനി കൊളാപ്സ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഫിനോമിനനാണ് ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ മെജോറിറ്റി ഓഫ് വർക്കർ ബീൻ എ കോളനി ഡിസപ്പിയർ ആൻഡ് ലീവ് ബിഹൈൻഡ് എ ക്വീൻ. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു കോളനി കൊളാപ്സ് ഡിസോർഡർ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കർ ബീസിനെ എല്ലാം അതിൽ നിന്ന് കാണാതാവുകയും പ്ലൻറ്റി ഓഫ് ഫുഡ് ആൻഡ് ഫ്യൂ നഴ്സ് ബീസ് ടു കെയർ ഫോർ ദ റിമൈനിങ് ഇമ്മച്ചുവർ ബീസ് ആൻഡ് ദ ക്വീൻ. അപ്പോൾ അതിനകത്ത് വളരെ കുറച്ച് ബീസ് മാത്രമേ ഈ ക്വീനെയും ഇമ്മച്ചുവർ ബീസിനെയും നോക്കാൻ കാണുകയുള്ളൂ. അപ്പോൾ ഈ ഡിസോർഡർ ഉണ്ടാക്കുന്നത് വലിയ എക്കണോമിക് ലോസ് ആണ്. ബിക്കോസ് ബീസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പോളിനേഷൻ ഓഫ് മെനി അഗ്രികൾച്ചറൽ ക്രോപ്പ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു കോളനി കൊളാപ്സ് ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ അവിടെ വർക്കർ ബി ഇല്ലാതെ വരികയും പോളിനേഷനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ വിത്ത് വരോവ ആൻഡ് അഗരാപ്സിസ്. അപ്പോൾ അഗരാപ്സിസും മൈറ്റ്സിൻ്റെ ഈ വരോ എന്ന് പറഞ്ഞ ഈ ഇൻഫെക്ഷൻസ് ഏജൻറ്റൊക്കെയാണ് ഇങ്ങനൊരു CCD ഉണ്ടാക്കാനുള്ള കാരണം. കൂടാതെ മാൽന്യൂട്രീഷൻ, ജനറ്റിക് ഫാക്ടറോ അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസീസും പെസ്റ്റിസൈഡിൻ്റെയൊക്കെ ഉപയോഗമാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻസിന് കാരണം. പിന്നെ ഇതിൽ പറയുന്നത് സാധാരണ ഒരുപാട് ഏജൻസീസ് എപ്പികൾച്ചറിൻ്റെ ഒരു താങ്ങായിട്ട് നിൽക്കുന്നുണ്ട്. അതിലുള്ളതാണ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി APEDA. മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ കീഴിൽ ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. അവർ ഹണി എക്സ്പോർട്ടിംഗ് ഏജൻറ്റുകളാണ്, എക്സ്പോർട്ടിംഗ് അതോറിറ്റിയാണ്. പിന്നെ നാഷണൽ ബീ ബോർഡ് NBB, ഇവർ അണ്ടർ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇവരാണ് സയൻറ്റിഫിക് ബീ കീപ്പിംഗ് ഇന്ത്യയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതാണ് സെൻട്രൽ ബീ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ പ്രൊവൈഡ് ട്രെയിനിങ് ടു ബീ കീപ്പേഴ്സ്. ഇവരാണ് ബീ കീപ്പേഴ്സിന് ട്രെയിനിങ് തരുന്നത്. പിന്നെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, ഇവരും ഇതുപോലെ തന്നെ സെവറൽ പലതരത്തിലുള്ള ടെക്നോളജി വെച്ചിട്ട് ബീ കീപ്പിംഗ് ഇൻ റൂറൽ ഏരിയാസിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നവരാണ്. അപ്പോൾ സാധാരണ ബീ സ്പീഷ്യസ് ഉപയോഗിക്കുന്ന നമ്മുടെ നോർത്തിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്, സൗത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും ഒക്കെ ധാരാളം ഈ പറഞ്ഞ പോലെ ഏപ്പിയറി കൾച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓരോ വർഷത്തെയും ഹണി പ്രൊഡക്ഷൻ്റെ ഒരു റേറ്റാണ്. ഇന്ത്യയിൽ 2001-ലും 2-ലും 10% ആയിരുന്നു. ഇപ്പം 9-11 നോക്കിയപ്പോഴത്തേക്ക് അത് ഏകദേശം 65% ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു വാല്യൂ ആണ്. വളരെ വലിയ വാല്യൂ ഉള്ള ഒരു മെഡിസിനൽ വസ്തു കൂടെയാണ് നമ്മുടെ ഈ പറഞ്ഞ ഹണി. ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.